ഇന്ന് അടുത്ത ഒരു ചെടിയെ നമ്മൾ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രകൃതിദത്തമായ ഹെയർ ഡൈ എന്ന് പറയുന്ന നീലമരി. പലർക്കും സംശയമുള്ള കാര്യമാണ് ഇതെന്താണ് നീലമരി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്നത്. അപ്പം ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ നീലമരി. ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജൊക്കെ വരുന്നുണ്ട്. നീലമരിയുടെ ഇല എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു മാർഗ്ഗമുണ്ട്. നമുക്ക് ചിലവർ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ വേലിയുടെ അരികിലൊക്കെ നിൽക്കുന്ന നീരോലി അല്ലേ, അതെ നീരോലി ആണോ അതെന്ന് ചോദിച്ചിട്ടുണ്ട്. നീരോലി അല്ല, അത് നീലയമരി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഞാനിപ്പോൾ ഒരു ഇതള് ഇതിൽ നിന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഈ രീതിയിൽ തന്നെ പൊട്ടും. മറ്റിലകളൊന്നും നമുക്കങ്ങനെ പൊട്ടിച്ചിട്ട് ആക്കാൻ പറ്റില്ല, ഈ ഒരു രീതിയിലേക്ക് പോവില്ല. ഇത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് കണ്ടോ കറക്റ്റ് ആ ഒരു രീതിയിലാണ് നടു പൊട്ടിയിരിക്കുകയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിലെ എതളുകളുടെ എണ്ണമാണ്. ഒരു ഒറ്റ സംഖ്യയിലാണ് നമുക്ക് എതളുകൾ കിട്ടുന്നത്. ഇപ്പോൾ ഇത് 2, 4 കണ്ടോ 13 ഇലകളാണ് ഇതിൽ ഉള്ളത്. കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. 13 ഇലകൾ ഇതിൻ്റെ മുകളിൽ നേരെ വന്നിട്ടുണ്ട്. ഇതല്ലെങ്കിൽ 11, ഈ 2 നമ്പറിലാണ് ഈ ഒരു ഇലയുടെ ഈ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നീലമരി ചെടീനെ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ അത് പല ആളുകൾക്കും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മുടിയുടെ നര എന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതലേ വലിയ പ്രായമുള്ളവർക്ക് വരെ നേരിടുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഇപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഡൈയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ തന്നെ പറ്റില്ല. വലിയവരിലും അത് വലിയ തരം അലർജീസും, സ്കിന്നിൻ്റെ അലർജി, അതുപോലെ തന്നെ കണ്ണിന് ചൊറിച്ചില്ല, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റിലെ വിപണിയിൽ പലതരത്തിലുള്ള നമുക്ക് ഡൈകൾ അവൈലബിൾ ആണ്, ഷാമ്പൂ ആയിട്ടും അങ്ങനെ പലതരത്തിലുള്ളതും. ഇതൊക്കെ അതിൽ എത്രമാത്രം എന്തൊക്കെ ചേരുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് അനുയോജ്യമാണ് എന്നുള്ളതൊന്നും അറിയില്ല. വളരെ എളുപ്പത്തിന് പലരും വാങ്ങി തേക്കുന്ന ഒന്നാണ്. പക്ഷേ അതൊക്കെ നമുക്ക് ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ശരീരത്തിന് ഹാനികരും. അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് അല്ലേ, നമുക്ക് പുറത്തേക്ക് വിപണി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ സഹായിക്കും.